പറയുന്നവരെ ഒന്നര മാറി നാളെ ഒന്നിറങ്ങട്ടെ. ചെരുപ്പ് വെറുതെ നനച്ചാലേ പൈസ പോവും. പാറ്റന്റെ കമ്പനി. അല്ലാ ട്രൗസർ കീറിയോ? വാ വാ അൻവറ വാ. അല്ല പിന്നെ ചില്ലറ അല്ല ഇപ്പം എന്തിനാപ്പോൾ ഞാൻ കൊടുക്കും. ചില്ലറ ഇല്ലാഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാ. അൻവറ എൻ്റെ 100 ഓട്ട എൻ്റെ ചില്ലറ ഉണ്ടാവട്ടെ. അതിൻ്റെ ഇത് മതി. എന്താ ഇനി തന്നീലാന്ന് പറയണ്ട. അത് മതി. ഇതാണ് ഞമ്മള് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്ന ഞമ്മള് പറഞ്ഞ വീടായി. എന്തേ വീടും കൂടിയൊന്നും ഞമ്മക്ക് പ്രശ്നമില്ല. പക്ഷേങ്കിലും ഞമ്മള് പറഞ്ഞ കണ്ടീഷൻ വേണം. ഇത് നല്ല നേര്. ഇതിന് മുമ്പ് ഒരു 5-6 പെണ്ണുങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞതിന് വല്ല കുറവുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് എന്തേ നടക്കാഞ്ഞ്? അത് ഓൽക്ക് നമ്മളെ പറ്റാഞ്ഞിട്ടല്ലേ? അതാണ് പറയണത്. ഞമ്മളെ കുറ്റും കുറവും ഞമ്മള് മനസ്സിലാക്കണം. അൻവറിന്റെ കാര്യത്തിൽ ആർക്കൊന്നും പറയാനില്ല. പക്ഷെങ്കില് പെണ്ണ് കയറിവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒരു നോക്കൂലേന്ന്. അത് ശരിയാണ്. ഇവന്റെ ചെറുപ്പത്തിലേ ഉമ്മയും ബാപ്പയും മരിച്ചു. ഇവനെ പെങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ഇവൻ 6 വയസ്സാണ്. അവിടുന്ന് അങ്ങോട്ട് ദീനിയായിട്ട് തന്നെയാണ് ഞാൻ ഓനെ വളർത്തിയത്. അത് പിന്നെ എനിക്കറിയില്ലേന്നെ. ഇപ്പൊ ഓനക്ക് ഒരു ചെറിയ കുടുംബം പോറ്റാനുള്ളൊരു തൊഴിലുണ്ട്. പെങ്ങള് മരിച്ചപ്പോ ഓളെ ഒരു ഭാഗം എടുത്ത് അൻവറിന്റെ പേരിലാക്കി അതിലൊരു ചെറിയ വീടും വെച്ചു കൊടുത്തു. ഇത്രയൊക്കെ എന്തിനാ മാമ ഇപ്പൊ ഇവിടെ പറയുന്നത്? എനിക്ക് വിധിച്ച ഏതാച്ചാ അത് നടക്കും. അതല്ലടാ, ഞമ്മളെ കാര്യം ഞമ്മക്ക് തുറന്നു പറയണം. കേട്ടോ മൂസക്കുട്ടിയെ? ഓനക്കെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് പിന്നെ എനിക്കറിയില്ല അബ്ദോ. അതുകൊണ്ടാണ് എന്തുകൊണ്ടും അൻവറിന് ചേർന്ന പെണ്ണിനെ തന്നെയാണ് ഞാനിപ്പൊ കാണിച്ചു തരാൻ കൊണ്ടോണ്ട്. ആയിക്കോട്ടെ. എന്തേ അൻവറെ ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞാല് അതിന് വേറെ ചെലവ് ഇരിക്കാൻ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിലേ ഞമ്മളിലാണ് കെട്ടും. നമുക്ക് 1 എട്ടിയാലും 2 എട്ടിയാലും ഒക്കെ കണക്കാ. എന്തേ? അല്ല മൂസക്കുട്ടിയെ, പെണ്ണിനിപ്പോ ആരൊക്കെ ഉണ്ട്? അതാണ് ഞാനിപ്പോ പറയാൻ പോണത്. പെണ്ണിന് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. പക്ഷേങ്കിൽ അള്ളാന്റെ വേണ്ടുകളുണ്ട്. ഓക്കെ എല്ലാരും ഉണ്ട്. എന്താ മൂസക്കുട്ടിയെ ഈ പറയണത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കൊന്നും കൊണ്ട് മനസ്സിലാവണില്ല. എനിക്ക് കുറെ നേരമായി ഓരോ പരിപാടിയും പറഞ്ഞു നടക്കണോ. അള്ളാന്റെ റബ്ബേ, ആരാ ഈ വേരൊക്കെ വൈക്ക കൊടുത്തിട്ടുണ്ട്? അല്ല പിന്നെ 4 കൊല്ലം മുമ്പ് ചോരത്തുമ്പിലൊരു വണ്ടി മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 6 പേര് മരിച്ച വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചില്ല? നമ്മളെ ചോര ഇറങ്ങി വരുന്നോടത്ത് ഒരു കല്യാണത്തിന് പോയി മടങ്ങിയ വണ്ടി. അതില് ബാക്കിയായതാണ് നമ്മൾ ഈ പറഞ്ഞ സുഹ്റ. അന്ന് സ്കൂളിലൊക്കെ പരീക്ഷ ആയതുകൊണ്ട് ഓക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഓള് തനിച്ചായിന്ന്. എന്നിട്ട് ഓളിപ്പോ അതങ്ങനെയാണ് പറയാൻ പറ്റൂല. അൻവറെ ഒരു വെള്ളം കുടിച്ചിട്ട് പോയാ പോരെ? ആയിക്കോട്ടെ മൂസാക്ക, ചായ കുടിക്കാ. നമ്മളെ മൈസൂർ പോയല്ലേ പഠിച്ചോലെ തൂങ്ങി കിടക്കണത്. ഒരു 3 സുലൈമാനി എടുത്താണ്. വാ ഇരിക്കേ, ഇവിടെ ഇരുന്നോ. പഴം പോന്നു, കഴിക്കല്ലേ? എന്താ മൂസാക്ക നിങ്ങള് കാട്ടണേ? എന്താ വേണമെങ്കിൽ 2-3 പഴത്തെ വിഴുങ്ങാനും പറ്റില്ല. അണ്ണാക്കെ പുള്ളിയും ചെയ്തു പറഞ്ഞില്ലേ? അല്ല, എന്നിട്ട് ഓളെ കാര്യം പറഞ്ഞില്ല? പിന്നീട് സുഹ്റാന്റെ കൂടെ പഠിച്ച മീൻകാരൻ ആലിഖാന്റെ മകൾ സാജിദ സുഹ്റാനെ ആലിഖാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ സുഹ്റ ആലിഖാന്റെ മൂത്ത മോളായി. സാജിദാനും സുഹ്റേനും ആലിക്ക് വെവ്വേറെ കണ്ടിട്ടില്ലാന്ന്. ഓനിക്ക് അള്ള കണക്കാക്കിയത് അതാണെങ്കിൽ അത് നടക്കട്ടെ. അതന്നെ. അല്ല നമ്മളിങ്ങനെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? പോണ്ടേ? അബ്ദോ ആ പൈസ കൊടുത്താളെ. വീടെത്തി. നായുണ്ടോ? ഉമ്മാതിരി വലിയ സ്ഥലത്ത് ചെറിയ ഗേറ്റ് വെച്ച് കണ്ട് മനുഷ്യനെ. അൻവറെ വീടെത്തി. എങ്ങനെയുണ്ട് നോക്കാം. നല്ല ചക്ക ഉണ്ടല്ലോ പിലാവുമ്മല്. പിലാവുമ്മലല്ലാവും പിന്നെ തെങ്ങുമ്പോ ചക്ക ഉണ്ടാവോ?
അൻവറേ, ഈ പെണ്ണിനെ കാണുമ്പോ ശരിക്ക് കണ്ടോണ്ടി. രണ്ടാം വട്ടം ഇങ്ങോട്ട് വരാൻ വയ്യ. ഇതെന്താ മാങ്ങേ? ടൗസറിന്റെ മാങ്ങേ? ഇത് തന്നെയാണ് വീട്. നമ്മുടെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ആലിയക്ക, ആലിയക്ക, എന്റെ പഠിച്ചോനെ, ഇതിപ്പോ തള്ളനെ കാണിച്ചു കൊണ്ടുപോകേണ്ടി വരുമോ? ആലിയക്ക, 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 അസ്സലാമലൈക്കും. ഇതാണ് ഞമ്മളെ ചെക്കൻ. എങ്ങനെയുണ്ട്? ഇതാണ് ഞമ്മളെ എന്തേ നിങ്ങൾ ഇരുന്നോളീന്ന്. മൂപ്പര് നമ്മളെ മുമ്പിൽ വല്ലാതെ ഇരിക്കൂല. വലിയ ബഹുമാനമുള്ള കൂട്ടത്തിലാ. അതാണ് ഇപ്പൊ എന്റെ കഥ. മൂസാക്കുട്ടിയെ, ഞാൻ ആകെ ബേജാറായിരിക്കുക. നിങ്ങള് 10 മണിക്ക് എത്താന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ മണി 12 നിങ്ങൾ എന്തിനായി ബേജാറാണ്? ഈ മൂസക്കുട്ടി ഒരു കാര്യം ഏറ്റതാ. അതറിയില്ല നിങ്ങക്ക്? അതിപ്പോ ഞമ്മക്ക് അറിയണോണ്ടാണല്ലോ ചോദിച്ചോ. ഞമ്മള് വന്ന ബസ് ആ ചുരത്തുമ്പോ കുറച്ചേരം കുടുങ്ങി. ഇനിയിപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് പെട്ടെന്ന് ആയിക്കോട്ടെ. എന്നാ ചായന്റെ അടുക്കേ കുട്ടിനെ വിളിക്കും. ഞമ്മക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. ഇന്ന പിന്നെ ചടങ്ങ് നടക്കട്ടെ. എന്തേ? എന്നാ വേഗം ആയിക്കോട്ടെ. 2 മണീന്റെ ബസ്സിന് ഞമ്മക്ക് അങ്ങോട്ട് തിരിക്കാലോ. മൂസക്കുട്ടിയെ, ഇതിപ്പോ ഇത് ഓൻ ആകെ കൂടുതൽ ഒരു അമ്മോനാ. ഈ ദുനിയാവില് ഓനക്ക് സ്വന്തം എന്ന് പറയാൻ മൂപ്പര് മാത്രമേ ഉള്ളൂ. ഇതും കൂടി അങ്ങോട്ട് പോയാ പോയി. എന്താ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ? ഈ എന്താ മൂസക്കുട്ടിയെ പറയുന്നത്? ഈ അങ്ങാടിയിലേക്ക് പോവാ, ഞാൻ കാണിച്ചു തരാം. അതിനിപ്പോ ഞാനിപ്പോ എന്താ ഈ മൂപ്പനോട് ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? എന്താ മോളെ ഒരു ആലോചന? ഓളാകെ ബേജാറായി നിക്ക. അന്റെ ബാപ്പ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്തേനും പുകില് എല്ലാം ഒരുക്കിയില്ലേ? എല്ലാം ഒരുക്കിക്കണ്. ഓള് ഇതിനി അങ്ങടെ എടുത്ത് കൊടുത്താ മതി. മോക്കെന്താ ഒരു വിഷമം പോലെ? ഇല്ല ബാപ്പ, എനിക്കൊരു വിഷമമില്ല. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത് അന്നത്തെ പോലെ പൊന്നും പണവും ആശിച്ചു വന്നവരല്ല. നല്ല ഒരു ചെക്കനാ. മോള് ചായയും പലഹാരം എടുത്ത് അങ്ങോട്ട് വാ. മോക്ക് എന്തുകൊണ്ടും ബോധിച്ചാൽ മാത്രമേ ബാപ്പ ഈ കല്യാണത്തിന് സമ്മതിക്കൂ. മടിച്ചു നിൽക്കാതെ ഈ ചായ കൊണ്ട് കൊടുക്ക്. അൻവറേ, വരുന്നുണ്ട്. ചായ എത്തി. ഓ, ഇതാണ് ചെക്കൻ. അങ്ങോട്ട് കൊടുക്ക ചായ. കടിക്കാനൊന്നുമില്ലേ? എടുക്കണ്ടേ? എല്ലാരും കഴിക്കും.
എടുക്ക് മോനെ, എടുത്ത് കഴിക്കേ. പിന്നെ നല്ലോ നോക്കിക്കോളി. റോഡുമുക്ക് എത്തിയാൽ ഓക്ക് തടിയുണ്ട്, കോങ്കണ്ണാണ്, ഓക്ക് കൊന്ത്രമ്പല്ലുണ്ട് എന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വരരുത്. എന്തേ? അതിന് മൂസക്കുട്ടിയെ ഓർക്ക് രണ്ടാക്കും സ്വകാര്യായിട്ട് മിണ്ടാനും പറയാനും ഉണ്ടെങ്കിൽ ഓല് പറഞ്ഞോട്ടെ എന്ന്. അത് വേണല്ലോ. ഞാൻ എന്റെ ആദ്യത്തെ ബീവിനെ പെണ്ണ് കാണാൻ പോകുമ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് മണിയേറി കൂടിയപ്പോഴാണ് ഓള് ഞമ്മളൊരു വിളി. അപ്പോഴാ ഞമ്മക്ക് മനസ്സിലായത് ഓക്ക് ബിക്ക. എന്തേ? സുഹറയാണ് പേരല്ലേ? എന്റെ പേരറിയോ? ഇല്ല. അൻവർ. ഇഷ്ടമായോ? എന്ത്? എന്റെ പേര്. ശരി. അതെ, ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ആ കണ്ണൻകുട്ടിന്റെ കണ്ണ് പോയ കണ്ണനെ കണ്ണില്ലാത്തൊരു പെണ്ണിനെ സംഘടിപ്പിച്ചു കൊടുക്കാൻ. ഒരു വന്ന അപ്പണ് പോവാ. ഇന്നാ പിന്നെ ഒക്കെ ഉറപ്പിക്കല്ലേ? എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ്, എന്നാ പോവാ. അപ്പൊ പറഞ്ഞ മാതിരി കമ്മീഷന്റെ കാര്യം മറക്കാം. ആ കഴിഞ്ഞ ഒന്നും കുറക്കാൻ. അല്ല, നിങ്ങളെന്താ ലൈലാ മജ്നു വിളിച്ച? ഇതെന്താ മരുഭൂമിയോ? ഞാനെന്താ ഒട്ടകോ? അത് പിന്നെ പറയണ്ടല്ലോ. തേരോട്ടം പൂമിഴിയിൽ മാനോട്ടം, പൊൻകിനാവിൻ തേരോട്ടം പൂമിഴിയിൽ മാനോട്ടം, പൊൻകിനാവിൻ തേരോട്ടം പൂമിഴിയിൽ മാനോട്ടം, റോസാപ്പൂ മണമൊഴുകുന്ന മണിയറയിൽ മനതാരിൽ കനവുകൾ നെയ്യും പുതുനാരിയേ, റോസാപ്പൂ മണമൊഴുകുന്ന മണിയറയിൽ മനതാരിൽ കനവുകൾ നെയ്യും പുതുനാരിയേ, മൊഞ്ചൽ വന്ന തഞ്ചം നോക്കി കൊഞ്ചിക്കുഴയാനായി കൊതിയായോ, മാരൻ വന്നാൽ വീരിക്കുള്ളിൽ മറഞ്ഞിരിക്കാനായി ഒരുങ്ങുന്നു, മൊഞ്ചൽ വന്ന തഞ്ചം നോക്കി കൊഞ്ചിക്കുഴയാനായി കൊതിയായോ, മാരൻ വന്നാൽ വീരിക്കുള്ളിൽ മറഞ്ഞിരിക്കാനായി ഒരുങ്ങുന്നു, ആ പൊൻകിനാവിൻ തേരോട്ടം പൂമിഴിയിൽ മാനോട്ടം, പൊൻകിനാവിൻ തേരോട്ടം പൂമിഴിയിൽ മാനോട്ടം. സുവർഗത്തിൻ അമ്പിളി നെഞ്ചം സുരലോകക്കനിയാൽക്കിന്ന്, സുവർഗത്തിൻ അമ്പിളി നെഞ്ചം സുരലോകക്കനിയാൽക്കിന്ന്, ആനന്ദ കതിരൊളി ചിന്തും സൗഭാഗ്യത്തിൻ രാവല്ലേ, മൈലാഞ്ചി കയ്യാലൊത്തിരി കവിതകൾ എഴുതും നാളല്ലേ, പോൽ കളിതൻ മേളപ്പട
ബൈത്തും മണിമങ്കകൾ പാടുന്നേ മധുഹൂറും ഇശൽ ബൈത്തും മണിമങ്കകൾ പാടുന്നേ മണിമങ്കകൾ പാടുന്നേ പൊൻകിനാവിൻ തേരോട്ടം ആ ഭൂമിഴിയിൽ മാനോട്ടം പൊൻകിനാവിൻ തേരോ ഭൂമിഴിയിൽ മാനോട്ടം പൊൻകിനാവിൻ തേരോട്ടം ഭൂമിയിൽ മാനോട്ടം കിന്നാരക്കടവിലെ മാരൻ പുന്നാര പുതുമണവാളൻ കിന്നാരക്കടവിലെ മാരൻ പുന്നാര പുതുമണവാളൻ മധുമാസ കുളിരല പെയ്യും മനസ്സിൻ മാതക തീരത്ത് മിഴിയിൽ പുതുകനവിൻ പൂത്തിരി കത്തി വിളങ്ങും പാടത്ത് കതിർ കൊയ്യും അസുലഭ നേരത്തെ കഥയെല്ലാം പുളകം ചൊരിയുന്നേ കതിർ കൊയ്യും അസുലഭ നേരത്തെ കഥയെല്ലാം പുളകം ചൊരിയുന്നേ കനവെല്ലാം നിറമേഴും മഴവില്ലായി വിരിയുന്നു കനവെല്ലാം നിറമേഴും മഴവില്ലായി വിരിയുന്നു മഴവില്ലായി വിരിയുന്നു പൊൻകിനാവിൻ തേരോട്ടം ഭൂമിഴിയിൽ മാനോട്ടം പൊൻകിനാവിൻ തേരോട്ടം ഭൂമിയിൽ മാനോട്ടം പൊൻകിനാവിൻ തേരോട്ടം ഭൂമിയിൽ മാനോട്ടം എന്താ ഞാനിതാ വരണേ. എടി ആമിന ആമിന എന്താ മനസ്സാ ഇവിടെ കിടന്ന് കാരണത്? എനിക്ക് പയിച്ചിട്ട് വയ്യ. ആഹാ കുറച്ച് ചോറിന് വിളമ്പിക്കാം. ചോറ് അതിനിവിടെ കൂട്ടാൻ വെക്കാൻ എന്തായാലും മാണ്ടേ? എടി കള്ള ഹിമാറെ ഈ എവിടെ മാസം നോക്കാൻ പോയിരിക്കേനു. ഞാൻ അങ്ങാടി പോകുമ്പോ ചിന്നോട് പറയണ്ടേ കൂട്ടാൻ വെക്കാനൊന്നുമില്ലാന്ന്. അതിന് രാവിലെ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞ ഞങ്ങൾ കിടന്ന് ചാടൂലേ? ചാടുന്നത് വാപ്പേകാരം വെറുതെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. വായിച്ചിട്ടാണെങ്കിൽ അല്ല എന്താ ഇപ്പൊ നിങ്ങൾ കരുതിക്കണേ? മരിച്ചു പോയ എന്റെ ബാപ്പനെ പറയേ. പറഞ്ഞതിന്റെ മൂക്കിൽ വലിച്ചോടെ. നിങ്ങൾക്ക് പണ്ട് എന്റെ അടുത്ത് കിട്ടിയ അടിയൊന്നും ഈ ഓർമ്മയില്ല. ചാടിക്കോടി ഇത് തല്ലും. എനിക്കറിയില്ലടി റബ്ബേ ആദ്യത്തെ പെണ്ണുങ്ങൾ ജമിയാനിച്ച് ബാരക്കെടുത്ത മാറി ഈ പണ്ടാരത്തിലാണ് ബാരക്കെടുത്തൂടേനോ. അത് ശരി, നിങ്ങൾക്ക് ഞാൻ പഠിക്കണല്ലേ? എത്ര നല്ല കല്യാണം എനിക്ക് വന്നതാ. സിൽമേറ്റ മമ്മൂട്ടിനെ പോലത്തെ ചെക്കന്മാര്. എനിക്ക് ഈ ഗതി വന്നല്ലോ റബ്ബേ. അന്നെ കേട്ട മമ്മൂട്ടി അടി മരപ്പട്ടി വരും മരപ്പട്ടി. അതിനെ തന്നെയാണല്ലോ എനിക്ക് കിട്ടിക്കണത്. കരിമ്പ് കൂട്ടത്തിൽ ആന കേറിയ മാതിരി ഈ കോളത്തിൽ ചവച്ച് തുപ്പിട്ട് ഈ കോളത്തിലായപ്പോ എനിക്ക് എന്നെ പറ്റാണ്ടായി അല്ലടി. ഇതിനൊക്കെ എന്റെ ഒറ്റ തന്തനെ പറഞ്ഞാൽ മതി. തന്തന്റെ കൈ കിട്ടിയ തല ചവിട്ടി ഓടിച്ച് കൈയും കാലും പിരിച്ചോടിച്ച് അമ്മിമട്ട് അരച്ച് ജ്യൂസ് മെഷീനിലിട്ട് അടിച്ച് ഇടിച്ച് ചവച്ചരച്ച് ഞാൻ ജ്യൂസാക്കി കുടിച്ച് പോയി മൂത്രമായി കുളിച്ചി പട്ടി. പറയും പോലെ പറഞ്ഞാ ഓക്കും പേടിണ്ട്. ഇതൊക്കെ 2 മാസം മുമ്പ് പറഞ്ഞായിരുന്നു. അല്ല പിന്നെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്റെ ബാബാനെ പറയേ. അത് ശരി. അല്ലല്ല അമിന ഞാൻ വീട്ടിൽ വരാതെ അല്ല ആരായിപ്പോ കുഴിച്ചിട്ടത് മനസ്സിന് വണ്ടാനും പറ്റണില്ലല്ലോ. കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മരങ്ങി മരം മരത്തുമ്പോ നിങ്ങൾ ഇറങ്ങണം, ഞാൻ അങ്ങനെ കയറണം. പോടി പോടി അവിടുന്ന്. അല്ല മരം പൊട്ടുകയാണല്ലോ. ഇനി വെള്ളത്തേക്ക് ചാടില്ലാതെ എവിടെ പോയാലും നിങ്ങളെ കൊണ്ട് ഞാൻ ഓലക്ക് കടിയുണ്ട് വെള്ളം കുടിച്ച് വെച്ചാനാവും. പേരി അങ്ങട്ട് ബാക്കി ഇനി പേരെ ചെന്നിട്ട്. ഇത്രയധികം വെള്ളം കുടിച്ചപ്പോ പൊയിലിപ്പോ എത്ര വെള്ളം കുറഞ്ഞു.
അല്ല ഈ ദുനിയാവിൽ എങ്ങനത്തെ ഒരു പെണ്ണിനെ ആർക്കും കൊടുക്കല്ലേ. അല്ല എന്റെ കൈയെവിടെ, കൈയെവിടെ ഇതിനകത്തുണ്ടായിരുന്നു. അല്ലാ എന്റെ കൽബിലെ ബെന്നിലാവിലെ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു. അല്ല മൂസക്കുട്ടിയല്ലേ വള്ളത്തിൽ. ഞാനൂത പോലെ ബ്രേക്ക് പോലെ. എന്ത് പറ്റിയേ മൂസക്ക? അല്ലാ വലാലിന്റെ കനം. മൂസക്ക കേറി കേറി. മുക്കിക്കൊല്ലല്ല അവിടെ ഇഞ്ഞ തൂക്കി മുക്കിക്കൊല്ലണേ. കേറി കേറി മൂസക്ക കേറി. ഓ എന്ത് വല്ല പൊരി കൊണ്ടേക്കാം. ആഹാ, എന്താ സൂറ നീ കാണിക്കണേ? ഇനി ഇതൊന്നും വലിച്ച് നിങ്ങൾ ആരോഗ്യം കളയരുത്. നിങ്ങളിപ്പോ ഒറ്റയ്ക്കല്ല, ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ? അങ്ങനെ പെട്ടെന്നൊരു ദിവസം നിർത്താൻ പറ്റോ ഇത്? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി. നോക്കാം. എന്റെ പുന്നാര കെട്ടിയോള് പറഞ്ഞതല്ലേ, ഇനി മുതൽ ഞാൻ വലി നിർത്താൻ പോവാ. എനിക്ക് വളരെ സന്തോഷായി. എനിക്ക് നിങ്ങൾ മാത്രമേ ദുനിയാവിലുള്ളൂ. ഇവളൊരു കാര്യം. സൂറ, എന്താ സൂറ, എന്താ നിനക്ക് പറ്റിയത്? എന്താണാവോ, എനിക്കൊരു തളർച്ച പോലെ. എന്നെ പിടിച്ചോളെ. അമ്മടുത്തി, അമ്മടുത്തി, എന്താ പറയാ? നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. സുഹറക്ക് എന്തോ ഒരു തളർച്ച പോലെ. എന്താ, എന്തു പറ്റി? അൻവറേ, ഈ ഒരു കാര്യം ചെയ്യേ, നമുക്ക് അകത്ത് കൊണ്ടുപോയി കിടത്താം. ശ്രദ്ധിച്ച് അമ്മടുത്തി, ഇവിടെ കിടത്താം. അൻവറേ, ഈ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ആ, ഇതാ അമ്മടുത്തി വെള്ളം. അൻവറേ, ഈ പേടിക്കൊന്നും വേണ്ട, ഈ ഒരു ഉപ്പയാവാൻ പോവുക. സത്യാണ് അമ്മടുത്തി പറയണേ? പിന്നെ ഞാൻ എന്താ കള്ളത്തര പറയണത്? ഇനിയേ സൂര്യനെ നീ നന്നായിട്ട് നോക്കണം. മോളെ, മോള് ക്ഷീണൊക്കെ നല്ലോണം മാറിയിട്ട് എണീറ്റാ മതി. ഞാൻ പോയിട്ട് വരാം. സുഹറ, എനിക്ക് ഈ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. നീ ഇവിടെ ഇരിക്കുക. ഞാൻ ഈ വിവരം അങ്ങാടി പോയിട്ട്
എന്റെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞിട്ട് വരാം. കേശവേട്ട, നമ്മുടെ ആകാശവാണി ഐദറുസെത്തിയല്ലോ. ലോട്ടറി 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 ആർക്കൊടുക്ക ലോട്ടറി 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 കേരള ലോട്ടറി. കേശവേട്ടനോടുക്ക ലോട്ടറി. കേശവേട്ട ഒന്നെടുക്കട്ടെ. നിർത്ത് ഏടിക്കലും കൊടുക്കലൊക്കെ നിക്കട്ടെ. നീ അങ്ങാടിയിലെ പുതിയ വിശേഷങ്ങൾ പറ. അപ്പുണ്ണിനായുടെ ചായക്കടയിൽ ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തി കോഴി. പിന്നെ ഇപ്പൊ കിട്ടിയത് നമ്മുടെ അൻവറിന്റെ ഭാര്യക്ക് 3 മാസം കയറുമ്പോ. അതെപ്പോ ഇപ്പതാ അപ്പുണ്ണിനായുടെ ചായക്കടയിൽ നിന്ന് ചപ്പാത്തിയും കോഴിക്കറിയും കഴിച്ചിട്ടാ ഞാൻ എടാ മജീദേ, അവന്റെ സന്തോഷം നമ്മുടെ കൂടെ സന്തോഷം. പിന്നെ അപ്പോ ഇന്നത്തെ ചെലവ് അവന്റെ വക. പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കാര്യം പൊടി പൂരോ. അവനാണ് ആണ്, അല്ലാതെ നിന്റെ മെമ്പർ നോത്തി 5 പറ്റതല്ലേ. ആ വകയിൽ ഒരാൾക്കെങ്കിലും ഒരു കാലിച്ചായ വാങ്ങി കൊടുത്തിട്ടുണ്ടോ നീ? അൻവർ ഇവിടെ നിക്ക്. എന്തൊക്കെയുണ്ട് ഇന്ന് പത്രത്തിലെ വിശേഷങ്ങള്? പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ കേൾക്കണ മാതിരി തന്നെ. ചിക്കൻ കുനിയും പകർച്ചപ്പനിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ലേ. ഇന്നാ നല്ല ചൂട് ചപ്പാത്തിയും കോഴിക്കറി എന്റെ ബീവിക്ക് ഇന്റെ വകയായി കൊടുത്താളാ. ഈ അപ്പുണ്ണിയേട്ടന്റെ ഒരു കാര്യം. എന്താ പറയേ, ഞങ്ങക്ക് ചെലവൊന്നുമില്ലേ? പിന്നെന്താ അപ്പുണ്ണിയേട്ടാ, ഈ കേശവേട്ടന് വേണ്ട എന്താച്ചാ കൊടുക്കുക. ഇയാളുടെ ഉണക്ക ചപ്പാത്തിയും കോഴിക്കറിയൊക്കെ ആർക്ക് വേണം? എന്താടാ മജീദേ? നീ ഒരു കാര്യം ചെയ്യ്, നീ വൈകിട്ട് റൂമിലേക്ക് വാ. അന്റെ സന്തോഷേ ഈ ചായക്കടയിലെ ചപ്പാത്തിയിലും കോഴിക്കറിയിലും ഒതുക്കാവുന്നല്ല. നീ വൈകുന്നേരം കേശവേട്ടൻ പറഞ്ഞ പോലെ റൂമിലേക്ക് വാ. അതാണ് അതിന്റെ ശരി. ആയിക്കോട്ടെ, ഞാൻ വരാലോ. വന്നാൽ നിനക്ക് കൊള്ളാം. മോനെ അൻവറേ, പണി പറ്റിച്ചു കളഞ്ഞല്ലോ. ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കല്ല ഉണ്ടായിരുന്നേ. ഇനിയിപ്പോ ഒരാൾ കൂടി വരാൻ പോവാ. പിന്നെ എനിക്ക് സന്തോഷമില്ലാണ്ടിരിക്കോ? എന്നാലും മോനെ എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്ത് വേണേലും ഞാൻ തരാലോ. വീട്ടിലോളം ഒറ്റക്കാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ സൂറ നീ ചെയ്യണത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു പണിയും ചെയ്യണ്ടെന്ന്? ഇന്നത്തെ എല്ലാ പണിയും ഞാൻ ചെയ്യാം, നീ വാ. എന്താ ഇത്? വന്ന് കിടക്ക് വെറുതെ. ആവശ്യമില്ലാത്ത പണി ചെയ്യണോ? ഇതൊക്കെ ഞാൻ ചെയ്യായിരുന്നില്ലേ? എന്തൊക്കെ കാണിച്ചത്? കൈ വല്ലാതെ പൊള്ളിയില്ലേ? ഇതൊന്നും സാരല്ല, എന്റെ സ്നേഹത്തിന് പകരം തരാം. എന്റെ കയ്യിൽ ഒന്നുമില്ല സൂറ. എന്റെ ഇക്കയ്ക്ക് പകരം വെക്കാൻ ഈ ദുനിയാവിൽ എന്താ ഉള്ളത്? ശരി വാ, നമുക്ക് വല്ലതും കഴിക്കാം. എന്താ സൂറത്? പതുക്കെ. എന്നാ ഈ വെള്ളം കുടിക്കേ. നീ ഭക്ഷണം കഴിക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സന്തോഷത്തിന്റെ നാളുകളല്ലേ. നീ ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് അങ്ങാടിയിലൊന്ന് പോയി വരാൻ.
ഈ വിവരം ബാപ്പാനെ അറിയിക്കണ്ടേ? നേരത്തെ വരില്ലേ? ഇന്ന് ഞാൻ വരുമ്പോ എന്റെ ചക്കരക്ക് എന്തൊക്കെ കൊണ്ടുവരണേ നോക്കിക്കോ. മാമന്റെ വീട്ടിലൊക്കെ നമുക്ക് നാളെ പോവാം. നീ കഴിക്ക്. പിന്നെ എത്തണത് നീന്തറിയാത്തിന്റെ മീനാള് തിന്നാണല്ലോ തോന്നണത്. ഞാനൊരു പാവാണ്. നാട്ടുകാരെ വണ്ടിയോ എല്ലാരും നേരിട്ട് കൊല്ലൂടോ. പൊന്നാരും ചെയ്തമാരെ നേരിട്ട് കൊല്ലല്ലോ. ഇന്നേറിഞ്ഞു കൊല്ലല്ലോ. കേറി വരാൻ നിനക്കല്ലോ. വെള്ളം കുടിച്ച് ചാവൂലെന്ന് എല്ലാരും പറയും. ഇപ്പൊ വെള്ളം കുടിച്ച് ചാവാൻ തന്നെയാണോ വിധി? കല്യാണ പരിപാടി എന്തിനാ നിങ്ങളാ പാത്തിന്റെ തല്ലിനെ? പാവോ അയാൾ ചെയ്ത പണി എന്താ? എന്താന്ന് വെച്ചാ പറയും. നമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാലോ. ഇയാളാണ് എന്റെ പെങ്ങൾക്ക് കല്യാണ്ടാക്കിയത്. ആ ചെക്കനെ കുറിച്ച് പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ശരി, എന്റെ കുടുംബാണെന്നും 5-6 വണ്ടി ഉണ്ടെന്നും 2 പമ്പുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ മൂസക്കുട്ടിയാ ഇയാള് പറയണേലും വല്ല സത്യം ഉണ്ടോ? ഞാൻ പറഞ്ഞ പോലെ ഒരു 5-6 വണ്ടിയുണ്ട്, 2 പമ്പുണ്ട്, സൈക്കിൾ ഷാപ്പാണ് ഒരു പരിപാടി. 5-6 സൈക്കിൾ ഓരോരുത്തുണ്ട്, 2 പമ്പും. സൈക്കിൾ എന്താ വണ്ടി ഇല്ലടാ ബാബുട്ടിയാ. നോണ പറഞ്ഞ് കല്യാണം നടത്തുന്ന ഇയാളെ പിന്നെ തല്ലാതെ വെറുതെ വിടണോ? അടിച്ചു കൊല്ലണ പന്നിനെ. വൈകുന്നേരം വരാന്ന് പറഞ്ഞ് മുങ്ങിയതാ, എന്നിട്ട് ഇപ്പഴാ വരുന്നേ. ഇന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസല്ലേ. ഞാൻ അവളുടെ അടുത്ത് കുറച്ചേരം ഇരുന്നു. അവന്റെ കാട്ടിക്കൂട്ടിലുണ്ടാ തോന്നും വേറെ ആർക്കും പോലെ. പറയാം ഇവിടെ എന്താ എന്താ കേശവേട്ടാ? നീ പോയി സാധനം ഇങ്ങനെ മൂഡ് ഓഫ് ആവാതെ. എന്താ കേശവട്ടി പറയണേ? നിങ്ങളുടെ സന്തോഷല്ലേ എന്റെയും സന്തോഷം. പിന്നെ സൂറ തനിച്ചാണ് വീട്ടിൽ. ഞാൻ പോവാൻ നോക്കട്ടെ. നിക്കടാ, എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം. പിടിച്ചേ, ഞാൻ പോവാൻ. അവിടെ ഇരി, മജീദ് വരട്ടെ. അത് ശരിയാവില്ല. അവള് തനിച്ചല്ലുള്ളൂ വീട്ടില്. ഞാൻ പോയിട്ട് വരാം. കേശവേട്ട ഞാൻ പോവാൻ നോക്കട്ടെ. എല്ലാം ശരിയാവും. കേശവേട്ട അവിടെ അവന്റെ ഒരു പിള്ളകളി. നീ സമാധാനപ്പെടും മകൻ. അവന് വല്ല ലോഡും വന്നു കാണും. അവൻ ഇപ്പോഴിങ്ങ എത്തും. ഇത്ര വൈകാറില്ലല്ലോ. എന്റെ തലക്ക് വല്ലാത്ത പെരുപ്പ്. ഒരു സോഡ കൂടി വേണം. അതുപോലെ ഒരു സോഡ കൂടി വേണം.